നമസ്കാരം. സംസ്ഥാനത്ത് കോൺഗ്രസും UDFും കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള ഏറ്റവും സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടന്നത് അട്ടിമറിക്കാൻ KPCC ഓഫീസിലെ മൂവർ സംഘം വ്യാജ വാർത്ത ചമച്ചത് സംസ്ഥാനത്തെ മീഡിയ രംഗത്തെ CPM ഫ്രാക്ഷനെ ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണം നിൽക്കുന്നു. അടിയന്തര ഭാരവാഹി യോഗം ചേർന്നെന്നും യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നെന്നുമുള്ള വാർത്തകളുടെ സൃഷ്ടി മീഡിയ രംഗത്തെ CPM ഫ്രാക്ഷന്റെ സഹായത്തോടെയാണെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനായി യോഗം ചേർന്നെന്ന് വരുത്താൻ KPCC പ്രസിഡന്റിനെ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചിലർ ചേർന്ന് നടത്തിയ നാടകങ്ങളുടെ പരിസമാപ്തിയായിരുന്നു വ്യാജവാർത്ത. KPCC പ്രസിഡന്റ് K. സുധാകരനെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ പ്രസിഡന്റിന് വേണ്ടിയെന്ന നിലയിൽ നടത്തുന്ന ഓപ്പറേഷനുകൾ പലതും പാർട്ടിയുടെ അടിവേര് തകർക്കുന്ന തരത്തിലായി മാറുകയാണ്. ഇന്ദിരാഭവനിൽ KPCC പ്രസിഡന്റിന്റെ ഉപജാപ സംഘമായി കൂടിയിരിക്കുന്ന മൂവർ സംഘമാണ് ഇതിന് പിന്നിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 20-18 മിന്നും വിജയത്തിന് പിന്നാലെ പാർട്ടിയിലെ ഐക്യം പ്രഘോഷിച്ച് വയനാട് നടന്ന KPCC ദ്വിദിന എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങളാണ് കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചത്. കോൺഗ്രസിൽ പതിവില്ലാത്ത വിധം 1 വർഷത്തിലേറെ മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അജണ്ടയും തീരുമാനങ്ങളും ഇടതുപക്ഷ കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിരുന്നു. അടുത്ത 1 വർഷത്തിന് ശേഷം നടക്കേണ്ട തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഏകോപനത്തിന് പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFന് വൻ വിജയം ഒരുക്കിയത് VD സതീശൻ എന്ന നേതാവിൻ്റെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വിജയമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ തുടങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം നിർണായക നീക്കങ്ങൾ നടത്തി ഒറ്റയ്ക്ക് പട നയിച്ചതാണ് 20-18 എന്ന വിജയം കൈയടക്കിയത്. വാർത്താ കമ്പക്കാരായ കോൺഗ്രസ് നേതാക്കളെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുക മാധ്യമപ്രവർത്തകർ കാണുന്നതിനാലാണ് മാധ്യമരംഗത്തെ CPM ഫ്രാക്ഷൻ ഈ ചുമതല നൽകിയത്. ആ തന്ത്രം വിജയം കണ്ടതിൻ്റെ സൂചനകളാണ് കോൺഗ്രസ് ഭാരവാഹി യോഗത്തിൽ സതീശനെതിരെ വിമർശനം എന്ന നിലയിൽ വാർത്ത പുറത്തുവരാൻ കാരണം. ഗ്രൂപ്പിൽ നിന്ന് അടുത്തിടെ സുധാകര പക്ഷത്തേക്ക് കൂറുമാറിയ KPCC ഭാരവാഹിയാണ് സതീശനെ വിമർശിക്കാൻ അടിയന്തര ഭാരവാഹി യോഗം എന്ന ആശയം മുന്നോട്ട് വെച്ചതെന്നാണ് സൂചന. ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിലായിരുന്ന K. സുധാകരനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ യോഗത്തിൽ പങ്കെടുപ്പിച്ചതത്രേ. എന്തായാലും ഇത്തരക്കാരെ കണ്ടെത്തുകയും പാർട്ടിക്ക് പുറത്തു നിർത്തുകയും ചെയ്തില്ലെങ്കിൽ സംസ്ഥാനത്ത് അടുത്തിടെ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ചതുപോലെയായി മാറും എന്നുള്ളത് ഉറപ്പാണ്.